മൊസാദ് നേതൃത്വം നൽകുന്ന ഇറാനിലെ കലാപം അടിച്ചൊതുക്കാനാണ് ഇപ്പോൾ ഇറാൻ നേതൃത്വം തീരുമാനിച്ചത് എന്ന കാര്യം വ്യക്തമാണ്. ദിവസങ്ങൾക്ക് ശേഷം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനഈ തന്നെ ഇപ്പോൾ മീഡിയക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. താൻ തന്റെ കാര്യവും തന്റെ രാഷ്ട്രത്തിന്റെ കാര്യവും നോക്കിയാൽ മതി, ഇറാന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നാണ് ഖാംനഈ പറഞ്ഞത്. അതോടൊപ്പം തന്നെ പുതിയ നടപടിയുടെ ഭാഗമായി ഇറാനിൽ പൂർണ്ണമായും നെറ്റുകളും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം മൊസാദ് നിരന്തരമായി നെറ്റുകൾ ഉപയോഗിച്ച് ഈ കലാപകാരികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അതുപോലെ തന്നെ ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ആളുകളെ തെരുവിലേക്ക് ഇറക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ സാധാരണ ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള സംവിധാനങ്ങൾ വരെ ഇപ്പോൾ ഇല്ലാതായ ഒരു സാഹചര്യമാണുള്ളത്. ഇറാന്റെ പരമോന്നത നേതാവ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ പ്രിൻസിപ്പിൾസിൽ ഒരു മാറ്റവും വരുത്തില്ല, ഉറച്ച തീരുമാനത്തിലാണ് ഇറാൻ ഉള്ളത്. ഇറാൻ is steadfast and will not back down from its principles. ഒരു മാറ്റവുമില്ല, ഉറച്ച തീരുമാനമാണ്. There are some writers seeking to please the American president by damaging public property. രാഷ്ട്രത്തിന്റെ പൊതുസ്വത്ത് നശിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രീതി കാക്ഷിക്കുന്ന ആളുകൾ, അത് ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ചില ആളുകൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ആൻഡ് ഇറാൻ വിൽ നോട്ട് ടോളറേറ്റ് ഫോറിൻ കൊളാബറേറ്റേഴ്സ്. ഇറാനിനകത്ത് വിദേശികളുമായി സഹകരിക്കുന്ന ആളുകൾ, അവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുമായി ഒരു ചർച്ചക്കും ഇറാൻ ഉണ്ടാവുകയില്ല. അവർ ഉന്നയിക്കുന്ന ഒരു കാര്യങ്ങളും ഇറാൻ പരിഹരിക്കണം എന്നില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഖാംനഈ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അത്തരത്തിൽ പൊതുസ്വത്ത് നശിപ്പിക്കുക, സെക്യൂരിറ്റിക്ക് ഭീഷണി വരുത്തുന്ന ഏത് പ്രവർത്തനം ചെയ്യുന്ന ആളുകളെയും കൈകാര്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഇറാൻ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഖാംനഈ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ട്രംപ് മസ്റ്റ് ഫോക്കസ് ഓൺ ഹിസ് ഓൺ കൺട്രി. ട്രംപ് അദ്ദേഹത്തിന്റെ രാഷ്ട്രം ശ്രദ്ധിക്കുക. ആക്സിഡന്റ്സ് ആർ ഹാപ്പനിങ് ദെയർ. അമേരിക്കയിൽ ഇപ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെയുള്ള കാര്യങ്ങൾ ട്രംപ് ശ്രദ്ധിക്കുക, ഇവിടെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന രീതിയിലാണ് ഖാംനഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഇറാൻ ഈ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇത്തരം ഒരു നിലപാടിലേക്ക് ഇറാൻ കടന്നു വരുന്നത് വരെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അറാഖ്ചി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്, ഇവിടെ ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനും സർക്കാരിനെ ധരിപ്പിക്കാനുമുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് സമാധാനപരമായിട്ടുള്ള ഏതെല്ലാം രൂപത്തിലുള്ള പ്രകടനങ്ങളും ഇവിടെ അനുവദനീയമാണ്. അതിനെതിരെ നിയമപാലകർ ഒരു രീതിയിലും തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളും നടത്തരുത് എന്നാണ് പറഞ്ഞിരുന്നത്. അതേസമയം ആയുധങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് നേരെ, അതുപോലെ രാഷ്ട്രത്തിന്റെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്നവർക്കെതിരെ, അതോടൊപ്പം സെക്യൂരിറ്റി തകർക്കുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും. അല്ലാത്ത ആളുകൾക്ക് കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യമുണ്ട്, അത് ഉൾക്കൊള്ളാനും ഇറാൻ ഭരണകൂടം തയ്യാറാണ് എന്നുകൂടെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഇറാന് പുറമെ നിന്ന് ഇറാന്റെ കൂടെയാണെന്ന് പറയുന്ന ആളുകൾ ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ഇവിടെ പ്രതിഷേധം നടത്തുന്ന ആളുകളുടെ പ്രശ്നം സാമ്പത്തിക പ്രശ്നങ്ങളാണ്. പക്ഷെ ആ സാമ്പത്തിക പ്രശ്നത്തിന്റെ കാരണം ഈ ഇറാനിലെ ജനങ്ങളോടൊപ്പമാണെന്ന് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഇറാനെതിരെ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഉപരോധമാണ് യഥാർത്ഥത്തിൽ ഇറാനിലെ പ്രശ്നം. ആ ജനങ്ങളോട് ഏതെങ്കിലും രൂപത്തിലുള്ള മമതയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഈ ഉപരോധം പിൻവലിക്കുകയാണ്. ഉപരോധം വെച്ച് ജനങ്ങളെ ഞെക്കിക്കൊല്ലുകയും എന്നിട്ട് അവിടെയുള്ള ആളുകൾ പ്രതിഷേധിക്കുമ്പോൾ അതിന് അവർക്ക് ഒപ്പമാണ് എന്ന് പറയുന്നത് തീർത്തും അത് കാപട്യമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ഇറാനിൽ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ശക്തിപ്പെടുമ്പോൾ അവിടെ തന്നെ മറ്റൊരു വിഭാഗം ഭരണകൂടത്തിന് അനുകൂലമായ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ രൂപത്തിലുള്ള പ്രകടനങ്ങൾ ഈ പ്രതിഷേധക്കാർക്കെതിരെയും ഇറാനിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഇവിടെയുള്ള പ്രതിഷേധത്തിന്റെ ഒരു പ്രത്യേകതയായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.